Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ സീസണിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സൂപ്പർ ആയിട്ടുള്ള ഫേസ് പാക്കുകളാണ്. അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദയവായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കേട്ട് നോക്കാം. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ലൈക്ക് ഓയിലി സ്കിൻ ആണോ, ഇനി ഡ്രൈ സ്കിൻ ആണോ, അതോ സെൻസിറ്റീവ് സ്കിൻ ആണോ, ഇനി നോർമൽ സ്കിൻ ആണോ, അതിൽ ഏത് ടൈപ്പാണ് എൻ്റെ സ്കിൻ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ നമ്മളൊരു ഫേസ് പാക്കിന്റെ വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തന്നു, ഇതൊക്കെ ചെയ്യുമ്പം നമ്മുടെ സ്കിൻ ടൈപ്പിന് ചിലപ്പം അത് വർക്കൗട്ട് ആവണമെന്നില്ല. അത് കംപ്ലീറ്റ്ലി ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാതായിപ്പോവും. കുറേ നാൾ യൂസ് ചെയ്താൽ പോലും ചില ഫേസ് പാക്ക് ഒന്നും ചിലർക്ക് വർക്കൗട്ട് ആവില്ല. അതിന്റെ മെയിൻ റീസൺ നമ്മുടെ സ്കിൻ ടൈപ്പിന് നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് റോങ് ആയിട്ടുള്ളതായിരിക്കും. അതാണ് ഫസ്റ്റ്. സെക്കൻഡ് എനിക്ക് പറയാനുള്ളത്, ഇനിയും സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലർക്ക് ചില പ്രോഡക്ട്സ് നമുക്ക് ജന്മനാ മുതലേ ചിലപ്പം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, ചിലത് നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ എനിക്ക് ഒട്ടും റിസൾട്ട് കിട്ടാത്തതായിരിക്കാം. ലൈക്ക് ചിലർക്ക് മഞ്ഞൾ പറ്റില്ല, അലർജി ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഈ കസ്തൂരി മഞ്ഞൾ നമ്മുടെ നോർമൽ പച്ചമഞ്ഞളൊക്കെ വിട്ടിട്ട് മരമഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊടി വാങ്ങാൻ കിട്ടും. സെയിം മഞ്ഞളിന്റെ ഗുണമാണ്, പക്ഷെ അത് ട്രീ ടേമറിക് എന്നാണ് അറിയപ്പെടുന്നത്, മരമഞ്ഞൾ. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഹണി അലർജി ആയിട്ടുള്ളവരുണ്ടായിരിക്കാം, അവരെന്ത് ചെയ്യുക, റോസ് വാട്ടർ ഉപയോഗിക്കാം. അലോവേര ജെല്ല് പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം, അവരും ഇതുപോലെ മറ്റെന്തെങ്കിലും ഇപ്പൊ തൈര് ഉപയോഗിക്കാം. അങ്ങനെ കൂളിംഗ് ആയിട്ട് വരുന്നതും അതല്ലെങ്കിൽ സെയിം എഫക്റ്റ് കിട്ടുന്ന കുറച്ച് പ്രോഡക്ട്സ് ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ടോ, ലൈക്ക് ഒരു ഐഡിയൽ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമ്മുടെ ഒരു ജീവിതചര്യ വെച്ചിട്ട് ഒരു എഫക്റ്റീവ് ടൈം പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, രാത്രിയിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഏത് ഫേസ് പാക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ. ഇനി അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒക്കെ ചിലർ ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളൊരു 6 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 6 മിനിറ്റ്സ് ഹോൾഡ് ചെയ്താൽ മതി. അതിനുശേഷം എല്ലാ ഫേസ് പാക്കുകളും ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വേണം ഫേസിൽ ഒന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് വേണം, ഒന്ന് മസാജ് ചെയ്ത് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. ഇനിയും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബൗൾ, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ, അതൊരിക്കലും നമ്മൾ വീട്ടിൽ കറി വിളമ്പുന്നതോ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൗള് കഴുകിയെടുത്ത് വെക്കരുത്. ദയവേത് അതിന് വേണ്ടിയിട്ട് നല്ലൊരു പാത്രം ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. ഇനി എപ്പോഴൊക്കെ ആണോ നിങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്, അതിന് മുന്നേ അത് വീണ്ടും നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചില ഫേസ് പാക്കുകൾ മിക്സ് ചെയ്യും. അതിന് പകരം പച്ചവെള്ളം നിങ്ങൾ ഒഴിക്കല്. അതിന് പകരം എന്ത് ചെയ്യുക, തിളപ്പിച്ചാറിയ വെള്ളം കംപ്ലീറ്റ്ലി അതിനകത്തെ ബാക്ടീരിയാസ് എല്ലാം ഡെഡ് ആകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ തിളപ്പിച്ച് വെള്ളം എടുക്കുമ്പോൾ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഡ്രോപ്സ് എടുത്ത് വേണം നമ്മൾ ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സ്കിൻ കൺസേൺ സെയിം ആയിരിക്കില്ല. ലൈക്ക് ചിലർക്ക് ഇപ്പൊ സൺ ടാൻ ആയിരിക്കും മുഖത്തൊക്കെ ഒരുപാടുള്ളത്, എങ്കിൽ ചില മനുഷ്യർക്ക് പിഗ്മെന്റേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ പിമ്പിൾസ് വരുന്ന സ്കിന്നിന്റെ ആ ഒരു കണ്ടീഷൻ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രോഡക്ട്സ് അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ലൈക്ക് ഇപ്പോൾ പിഗ്മെന്റേഷൻ മാറാനാണെങ്കിൽ നമ്മൾ കസ്തൂരി മഞ്ഞളും അതല്ലെങ്കിൽ രക്തചന്ദനം ഒക്കെ എടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഫെയർ ആവണം, മീൻസ് കുറച്ചെങ്കിലും ഒരു സ്കിൻ ഷെയ്ഡ് ഡൾനെസ് ഒക്കെ പോയിട്ട് 1-2 ഷെയ്ഡൊക്കെ ഒന്ന് മാറണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കണം. ലൈക്ക് ഈ സാൻഡൽവുഡ് എടുക്കുക, ലിക്കോറൈസിന്റെ എടുക്കുക. ലിക്കോറൈസിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ലിക്കോറൈസ്. നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറയില്ലേ, അപ്പോൾ മഞ്ചിഷ്ട, ദേവദാരം, ഇങ്ങനെയൊക്കെയുള്ള പലതും നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് പ്രോഡക്ട്സ് ചൂസ് ചെയ്യാൻ. സ്കിന്നിന്റെ പ്രശ്നം മനസ്സിലാക്കുക,
അതിന് ഏതുപയോഗിച്ചാൽ വർക്കൗട്ട് ആവും. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ പോയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് പയറുപൊടി എടുത്തു അല്ലെ അരിപ്പൊടി എടുത്തു അതിൽ കുറച്ച് ഹണി ഒഴിച്ചു മിക്സ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, പ്രോഡക്ട്സ് എടുക്കേണ്ടത്. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു പ്രോസസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ഇതുകൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു എന്താ പറയുക, ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയില്ലേ, കുറച്ച് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആവാൻ. ഒരു ദിവസം കൊണ്ടോ അതല്ലെങ്കിൽ 1 വീക്ക് കൊണ്ടോ ഒന്നും നമുക്കൊരു നാച്ചുറൽ റെമഡീസും ചിലപ്പോൾ റിസൾട്ട് തരില്ല. തന്നാൽ തന്നെ അതൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അതിനുശേഷം അതൊരു ലോങ് പീരീഡിലേക്ക് നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഒരു ഫേസ് പാക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ഡേയ്സ്, ഒരു 1 ഡേ ഗ്യാപ്പ് ഇട്ട് വേണം അപ്ലൈ ചെയ്ത് നോക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂ. ദെൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷവും ഉറപ്പായിട്ടും നല്ലൊരു നോർമൽ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യണം. എഗെയിൻ നിങ്ങൾ വെളിയിൽ പോകുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, കുറച്ച് സൺ ടാൻ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു SPF യൂസ് ചെയ്യുക. മിനിമം ഒരു SPF 50 ഒക്കെ ഉള്ളത് യൂസ് ചെയ്താലും മതിയാവും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഫേസ് പാക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് സ്കിൻ ഡൾനെസ് ഉണ്ട്. കാരണം ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് കറക്റ്റ് എന്നും പോയിട്ട് രാവിലത്തെയും വൈകിട്ടത്തെയും ഈ ഇളം വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. ഇപ്പം എൻ്റെ സ്കിൻ അത്യാവശ്യം നല്ല ടാൻ ആണ്. അപ്പം അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ കൂടി ഞാൻ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ഒരു ഫേസ് പാക്കാണ് ഇത്. അതിലെടുത്തിരിക്കുന്നത് നമ്മുടെ റൈസ് ഫ്ലോർ ആണ്, അരിപ്പൊടി. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 3 ഡ്രോപ്സോളം വരുന്നുണ്ട്. എന്താ പറയുക, ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യുമ്പം നമുക്ക് ഫേസ് പാക്ക് ഭയങ്കര എഫക്റ്റീവാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് കൈയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ വാച്ചൊക്കെ കെട്ടുന്ന ആ ഒരു ഏരിയയില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വേണം ഇത് വാരി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ. ദെൻ ഇതിലേക്ക് ഞാൻ വീണ്ടും എടുത്തത് സാൻഡൽവുഡ് പൗഡറാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഐറ്റംസ് ഏതെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ലെങ്കിൽ അതങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ സെയിം ഗുണം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ അപരൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം എനിക്കിവിടെ കേർഡ് ഐറ്റംസോ അല്ലെങ്കിൽ പാല്, തൈര് ഇതൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പം എനിക്ക് യാതൊരു ഇറിറ്റേഷൻസും ഇല്ലാത്ത സ്കിന്നാണ് എൻ്റേത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് സാൻഡൽവുഡിൻ്റെ പൗഡർ, അതുപോലെ തന്നെ കുറച്ച് റൈസ് ഫ്ലോർ, അതിൻ്റെ കൂടെ കുറച്ച് കേർഡും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ എൻ്റെ ഈ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഫേസ് പാക്കുകളെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതല്ലെങ്കിൽ നെക്കിന് വേറൊരു കളറ്, ഫേസിന് വേറൊരു കളറ്, അങ്ങനെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ഫേസ് പാക്കും നമ്മളെ അങ്ങ് വെളുപ്പിച്ച് അതല്ലെങ്കിൽ ഒരു 2-3-4 ഷെയ്ഡൊക്കെ മാറ്റി നമ്മൾ ഈ മൈക്കിൾ ജാക്സൺ ഒക്കെ മാറിയ പോലെ അങ്ങനെയൊന്നും മാറില്ല. നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഒരു നല്ല സ്കിൻ ടോൺ നമുക്ക് കിട്ടും, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടും. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അതൊരു ട്രസ്റ്റിൽ നമ്മളത് ഒരു വിശ്വാസത്തിൽ അങ്ങ് നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ചൂസ് ചെയ്ത് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, അതല്ല ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കണം. ഇനി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, അതല്ലെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ, കണ്ടിട്ട് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ. ബൈ, ടേക്ക് കെയർ.